എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് കുടുംബാംഗങ്ങളെ കാണാനാകാതെ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ ബന്ധുക്കളുടെ ആവശ്യത്തിൽ പ്രതികരിച്ച് വിമാന കമ്പനി അധികൃതർ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. വിഷയത്തിൽ ഇടപെടാൻ കുറച്ച് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതൊരു വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അതിനുശേഷം വിമാന കമ്പനി സഹായം നൽകണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും കുടുംബം ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴെന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ അറിയിക്കുന്നത്? പ്രതീഷ്. റിജിത്ത്, ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ മരണത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കാര്യത്തിൽ എയർ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. ഈ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന് കത്ത് നൽകിയിരുന്നു. മെയിലായിട്ടായിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഇതിനാണ് ഇപ്പോൾ എയർ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. കുറച്ച് സമയം അനുവദിക്കണമെന്നതാണ് എയർ ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇത് അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് മെയിൽ സന്ദേശം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ നമ്പി രാജേഷിന്റെ കുടുംബം ആവശ്യപ്പെട്ട കാര്യം പരിശോധിക്കുകയാണ്, അല്ലെങ്കിൽ പരിശോധിച്ച് വരികയാണ് എന്നതാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന മറുപടി. ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നമ്പി രാജേഷ് മരിക്കുകയും പിന്നീട് 2 തവണ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ പോകാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയും ആണ് ഉണ്ടായത്. അന്ന് എയർ ഇന്ത്യ ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്കിനെ തുടർന്നായിരുന്നു നമ്പി രാജേഷിനെ കാണാൻ ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാതെ വന്നത്. അതിനെ തുടർന്ന് പിന്നീട് നമ്പി രാജേഷ് മരണപ്പെടുകയും പിന്നീട് മൃതദേഹം ഇവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കത്ത് നൽകിയത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹായവും നിലവിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നൊരു മറുപടി എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.